ഗൾഫ് ഫോക്കസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. കുവൈറ്റിൽ വിദേശികൾക്ക് ഫാമിലി വീസ നൽകുന്നത് പുനരാരംഭിക്കാൻ തീരുമാനം. ഈ മാസം 7-ന് തീരുമാനം പ്രാബല്യത്തിൽ വരും. മെറ്റ പ്ലാറ്റ്ഫോം വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കാൻ അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ടത്. ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, മക്കൾ, മാതാപിതാക്കൾ എന്നിവർക്ക് സന്ദർശക വീസ ലഭിക്കുന്നതിന് അപേക്ഷകർക്ക് കുറഞ്ഞത് 400 ദിനാർ ശമ്പളമുണ്ടായിരിക്കണം. 800 ദിനാർ ശമ്പളമുള്ളവർക്ക് ബന്ധുക്കളുടെ സന്ദർശക വീസയ്ക്കും അപേക്ഷിക്കാം. കുവൈറ്റിൽ നിന്ന് യാത്ര തിരിക്കുന്ന വിദേശികളുടെ കടബാധ്യത അറിയാൻ സാധിക്കുന്ന സംവിധാനം നിലവിൽ വന്നു. സ്ഥാപനങ്ങളിൽ നിന്നും മറ്റും സാധനങ്ങൾ കടമായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ വിവരം സർക്കാർ ഓൺലൈൻ ആപ്ലിക്കേഷനായ സഹൽ ആപ്പ് വഴി അറിയാനാകും. കടബാധ്യതകൾ തീർത്ത ശേഷമാണ് രാജ്യം വിടാൻ അനുവദിക്കും. ശങ്കർ മഹാദേവന്റെയും സക്കീർ ഹുസൈന്റെയും ഫ്യൂഷൻ ബാൻഡായ ശക്തിക്ക് മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള 2024 ഗ്രാമി പുരസ്കാരം. ദിസ് മൊമെന്റ് എന്ന ആൽബത്തിനാണ് പുരസ്കാരം. മികച്ച ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസിന് സക്കീർ ഹുസൈനും ഓടക്കുഴൽ വാദകനായ രാകേഷ് ചൗരസിയും അടങ്ങിയ പഷ്തോയും പുരസ്കാരം നേടി. 66ാമത് ഗ്രാമി പുരസ്കാര വേദിയിൽ ഇന്ത്യൻ സംഗീതത്തിന് സുവർണ തിളക്കം. വ്യത്യസ്ത വിഭാഗങ്ങളിലായി വിഖ്യാത തബലിസ്റ്റ് ഉസ്താദ് സക്കീർ ഹുസൈന് 3, പുല്ലാങ്കുഴൽ വാദകൻ രാകേഷ് ചൗരസിക്ക് 2 പുരസ്കാരങ്ങൾ ലഭിച്ചു. ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസ്, ഗ്ലോബൽ മ്യൂസിക് ആൽബം, കണ്ടംപററി ഇൻസ്ട്രുമെന്റൽ ആൽബം എന്നീ വിഭാഗങ്ങളിലാണ് സക്കീർ ഹുസൈൻ ഉൾപ്പെട്ട സംഘത്തിന് പുരസ്കാരം. ഗായകൻ ശങ്കർ മഹാദേവൻ, സക്കീർ ഹുസൈൻ, സെൽവ ഗണേഷ്, ഗണേഷ് രാജഗോപാലൻ, ജോൺ മക്ലാഫിൻ എന്നിവരടങ്ങിയ ശക്തി ഫ്യൂഷൻ ബാൻഡിനാണ് മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള ഗ്രാമി. ദിസ് മൊമെന്റ് എന്ന പുതിയ ആൽബത്തിനാണ് പുരസ്കാരം. മികച്ച ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസിന് സക്കീർ ഹുസൈനും രാകേഷ് ചൗരസിയും അടങ്ങിയ പാഷ്തോ പുരസ്കാരത്തിന് അർഹമായി. ബെല ഫ്ലെക്, എഡ്ഗർ മേയർ എന്നിവർക്കൊപ്പമാണ് സക്കീർ ഹുസൈനും രാകേഷ് ചൗരസിയും അവാർഡ് ഏറ്റുവാങ്ങിയത്. Thanks to the Academy, thanks to all these great musicians for keep giving us such beautiful type music together. Thank you all. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാഗമായ അബൻഡൻസ് ഇൻ മില്ലറ്റ് എന്ന ഗാനം ഇതേ വിഭാഗത്തിൽ അവസാന റൗണ്ടിൽ പുറത്തായി. പാഷ്തോ ഒരുക്കിയ സംഘത്തിന് തന്നെയാണ് മികച്ച കണ്ടംപററി ഇൻസ്ട്രുമെന്റൽ ആൽബത്തിനുള്ള ഗ്രാമി പുരസ്കാരം. ആസ് വി സ്പീക്ക് എന്ന ആൽബമാണ് പുരസ്കാരം നേടിയത്. മുൻപ് 7 തവണ നോമിനേഷൻസ് നേടിയിട്ടുള്ള സക്കീർ ഹുസൈന്റെ ആദ്യ ഗ്രാമി നേട്ടമാണ് ഇത്തവണത്തേത്. പോപ്പ് ഗായിക ടേലർ സ്വിഫ്റ്റിന്റെ മിഡ് നൈറ്റ്സ് ആണ് പോയ വർഷത്തെ മികച്ച ആൽബം. ഈ വിഭാഗത്തിൽ സ്വിഫ്റ്റിന്റെ 4ാമത്തെ ഗ്രാമി അവാർഡാണ് ഇത്തവണത്തേത്. I want to say thank you to the members of the Recording Academy for voting this way, but I know that the way that the Recording Academy voted is a direct reflection. മൈലി സൈറസിന്റെ ഫ്ലവേഴ്സ് റെക്കോർഡ് ഓഫ് ദി ഇയർ പുരസ്കാരത്തിനും അർഹമായി. This MC is going to stand by this MC for this because this is just too iconic. ബാബി എന്ന സിനിമയ്ക്ക് ഒരുക്കിയ വാട്ട് വാസ് ഐ മെയ്ഡ് ഫോർ ആണ് കഴിഞ്ഞ വർഷത്തെ മികച്ച ഗാനത്തിനുള്ള ഗ്രാമി സ്വന്തമാക്കിയത്. ബില്ലി ഐലിഷ് ഗ്രാമി വേദിയിൽ പുരസ്കാരം ഏറ്റുവാങ്ങി. വിക്ടോറിയ മോണറ്റ് മികച്ച നവാഗത ഗായികയ്ക്കും ദിസ് ഇസ് വൈ മികച്ച റോക്ക് ആൽബത്തിനുമുള്ള പുരസ്കാരം നേടി. എന്റർടൈൻമെന്റ് ഡെസ്ക് 24. കാലിക്കറ്റ് പ്രോപ്പർട്ടി ഷോയ്ക്ക് ഒരുങ്ങി ദുബായ്. മലബാർ മേഖലയിൽ സ്വന്തമായി ഒരു ഭവനമെന്ന ആഗ്രഹമുള്ള പ്രവാസികൾക്ക് പ്രോപ്പർട്ടി ഷോ വലിയ ഗുണം ചെയ്യും. കോഴിക്കോട് ഉൾപ്പെടെ മലബാർ മേഖലയിലെ വിവിധ ജില്ലകളിൽ താമസ സൗകര്യങ്ങളും നിക്ഷേപ മാർഗങ്ങളും എന്ന സ്വപ്നം മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രവാസികൾക്ക് എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കുന്ന പ്രോപ്പർട്ടി ഷോയ്ക്കാണ് തുടക്കമാകാൻ ഒരുങ്ങുന്നത്. മലബാർ മേഖലയിലെ പ്രമുഖ ബിൽഡേഴ്സുകളെല്ലാം ദുബായിലെത്തുന്ന മേള ഇത് ആദ്യമാണെന്ന പ്രത്യേകതയുമുണ്ട്. ഈ മാസം 10-11 തീയതികളിൽ ദുബായ് ബുർജുമാൻ സമീപമുള്ള ഡബിൾ ട്രീ ബൈ ഹിൽട്ടൺ എം സ്ക്വയർ ഹോട്ടലിലാണ് മേള നടക്കുക എന്ന് സംഘാടകർ അറിയിച്ചു. ഇത് മലബാർ റീജിയനിൽ നിന്നുള്ള എല്ലാ പ്രമുഖ ബിൽഡേഴ്സിനെയാണ് നമ്മൾ ഇതിനകത്ത് എക്സിബിറ്റേഴ്സായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ മീൻസ് ഈ ഷോ കാണാൻ വരുന്ന ആൾക്കാർ, എക്സിബിഷൻ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അപ്പോൾ ആ റീജിയനിലുള്ള എല്ലാ ബിൽഡേഴ്സിനെയും ഒരുമിച്ച് കാണാൻ കഴിയും. ഇതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ വീട് വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർക്കും ഇതൊരു നല്ല വെന്യൂ ആയിരിക്കും. പല പ്രീ ലോഞ്ച് ഓഫറുകളും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റികളും ഇതിനകത്തുണ്ട്. അപ്പോൾ മലബാർ റീജിയനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്കും വീട് സ്വന്തമാക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്കും ഇതൊരു പെർഫെക്റ്റ് വെന്യൂ ആയിരിക്കും. മലബാർ റീജിയനിൽ ഇപ്പോൾ കോഴിക്കോട് ഒരു പ്രോമിനൻറ്റ് പ്ലേസ് ആയിട്ട് വരികയാണ്. അപ്പോൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആൾക്കാർക്ക്, അവിടെ ഒരു വീട് വാങ്ങാൻ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവും. ഇപ്പോൾ ഈവൻ കാസർഗോഡ്, കണ്ണൂർ ആ ജില്ലകളിൽ നിന്ന് പോലും അവരൊരു സെക്കൻഡ് ഹോമായിട്ട് പോലും അവർ
കോഴിക്കോടിനെ അവർ പ്രിഫർ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ കാലിക്കറ്റ് പ്രോപ്പർട്ടി ഷോ എന്ന് പേരിട്ടേക്കുന്നത്. വീടുകൾ, വില്ല, ഫ്ളാറ്റ് എന്നിവയ്ക്കൊപ്പം വാണിജ്യ സമുച്ചയങ്ങളിലേക്ക് ഉൾപ്പെടെ നിക്ഷേപത്തിനും ഉടമസ്ഥാവകാശത്തിനുമുള്ള സൗകര്യവും മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. രാവിലെ 10 മണി മുതൽ രാത്രി 8 മണി വരെയാണ് മേള നടക്കുക. 24 ദുബായ്. മറ്റു വാർത്തകളിലേക്ക്. അധിക വിഭവ സമാഹരണത്തിന് അറ്റകൈ പ്രയോഗമായി ഭൂമിയിലും കോടതിയിലും കൈവച്ച സംസ്ഥാന ബജറ്റ്. ഭൂമിയുടെ ന്യായവിലയും കോടതി വ്യവഹാര നിരക്കുകളും കുത്തനെ ഉയരും. 1600 രൂപയിൽ തന്നെ തുടരുന്ന ക്ഷേമ പെൻഷൻ കുടിശ്ശികയില്ലാതെ വിതരണം ചെയ്യാൻ സംവിധാനമൊരുക്കും. സംസ്ഥാന ജീവനക്കാരുടെ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുകയും 1 ഗഡു DA പ്രഖ്യാപിക്കുകയും ചെയ്തു. റബ്ബറിന്റെ താങ്ങുവില 10 രൂപ കൂട്ടി 180 ആക്കി. വായ്പയ്ക്ക് കുരുക്ക് വീണതോടെ ഉന്നത വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള മേഖലകളിൽ സ്വകാര്യ പദ്ധതികളും പ്രഖ്യാപിച്ചു. ധനമന്ത്രി KN ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ആദ്യം ഉയർന്ന ചോദ്യം ക്ഷേമ പെൻഷൻ ഉയരുമോ എന്നതായിരുന്നു. പെൻഷൻ ഉയരില്ല, എന്നാൽ കൃത്യമായി വിതരണം ചെയ്യാൻ പുതിയ സംവിധാനമെന്ന ധനമന്ത്രി. സർ, പങ്കാളിത്ത പെൻഷൻ സമ്പ്രദായം പുനഃപരിശോധിച്ച് ജീവനക്കാർക്ക് സുരക്ഷിതത്വം നൽകുന്ന ഒരു പെൻഷൻ പദ്ധതി നടപ്പിലാക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത്. കേന്ദ്ര സർക്കാരിന് നൽകിയ വിഹിതം തിരികെ ലഭ്യമാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കും. ഒരു അഷ്വേർഡ് പെൻഷൻ സമ്പ്രദായം നടപ്പിലാക്കുന്നതിന് വേണ്ടി പുതിയ സ്കീം രൂപീകരിക്കും. അടുത്തത് ഒരു അപ്രതീക്ഷിത നീക്കം. സർക്കാർ ജീവനക്കാരുടെ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുന്നതായി പ്രഖ്യാപനം. പകരം സംവിധാനമൊരുക്കും. സർക്കാർ ജീവനക്കാരുടെ 1 ഗഡു ക്ഷാമബത്ത ഏപ്രിലിലെ ശമ്പളത്തിനൊപ്പം. കാർഷിക മേഖലയിൽ റബ്ബറിന്റെ വാങ്ങൽ വില 170 രൂപയിൽ നിന്ന് 180 രൂപയാക്കി. വരുമാനം കണ്ടെത്താൻ എന്തൊക്കെ വഴിയെന്ന ചോദ്യത്തിന് ഭൂമിയിൽ തന്നെ ആദ്യ പിടി. ന്യായവില പരിഷ്കരിക്കും. ഇത് രജിസ്ട്രേഷൻ സ്റ്റാമ്പ് നിരക്കുകൾ കുത്തനെ ഉയർത്തും. പിന്നെ കോടതി ചെലവുകളുടെ നിരക്കും ഉയരും. അപ്പീലുകൾ നൽകുന്നതിനും മറ്റും 4 മടങ്ങ് മുതൽ നിരക്ക് വർദ്ധിക്കും. 2010 ശേഷം ഉണ്ടായിട്ടുള്ള വികസനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭൂമി വിലയിൽ ഉണ്ടായ വർധന കണക്കിലെടുത്ത് സംസ്ഥാനത്തെ ഫെയർ വാല്യൂ കുറ്റമറ്റ രീതിയിൽ പരിഷ്കരിക്കാൻ നടപടികൾ സ്വീകരിക്കുന്നതാണ്. ഫെയർ വാല്യൂ കുറ്റമറ്റ രീതിയിൽ പരിഷ്കരിക്കുന്നതോടൊപ്പം ഓരോ വസ്തുവിൻ്റെ ഉപയോഗക്രമം അനുസരിച്ചുള്ള ഭൂനികുതി നിർണ്ണയിക്കുന്നതിനും നടപടികൾ കൈക്കൊള്ളുന്നതാണ്. മദ്യത്തിന് ഗാലനേജ് ഫീ 5 രൂപയിൽ നിന്ന് 10 രൂപയിലേക്ക് ഉയർത്തി. വർഷം 200 കോടി രൂപയാണ് സർക്കാർ അധികം ലക്ഷ്യമിടുന്നത്. ഇത് നിർമ്മാണ മേഖലയിലെ തുകയായതിനാൽ അന്തിമമായി മദ്യവില ഉയരില്ല എന്നാണ് ബെവ്കോ വിശദീകരിക്കുന്നത്. പാട്ടത്തുക പിരിച്ചെടുക്കാൻ ആംനസ്റ്റി പദ്ധതി പ്രഖ്യാപിച്ച ബജറ്റ് മണൽവാരൽ പുനരാരംഭിക്കുമെന്നും പ്രഖ്യാപിക്കുന്നു. കിഫ്ബി വഴി നടപ്പാക്കുന്ന പദ്ധതികൾ വിവാദങ്ങൾക്കിടെയും തുടരുമെന്നാണ് പ്രഖ്യാപനം. 34,530 കോടിയുടെ മൂലധന ചെലവുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പൊതുജന പങ്കാളിത്തമുള്ള ആരോഗ്യ സുരക്ഷാ ഫണ്ടും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്ന് പണം സ്വീകരിച്ച് വികസന പദ്ധതികളും ലക്ഷ്യമിടുന്നു. സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിലേക്ക് വരുമെന്ന സൂചനയും ബജറ്റ് നൽകുന്നു. നവകേരള സദസ്സിൽ വന്ന നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ 1000 കോടി നീക്കിവെക്കുന്ന ബജറ്റ് കേരളീയം തുടരുമെന്നും പ്രഖ്യാപിക്കുന്നു. ഇനി കേന്ദ്രം സഹായിച്ചില്ലെങ്കിലോ എന്ന ചോദ്യത്തിന് പ്ലാൻ B എന്നതാണ് ധനമന്ത്രിയുടെ ഉത്തരം. അതല്ല, ധനവ്യവസ്ഥയെ കൂടുതൽ കേന്ദ്രീകരിക്കുന്ന നടപടിയാണ് കേന്ദ്രം സ്വീകരിക്കുന്നതെങ്കിലോ കേരളത്തോടുള്ള അവഗണന തുടരുകയാണെങ്കിലോ തീർച്ചയായും നമുക്ക് ഒരു പ്ലാൻ ബിയെക്കുറിച്ച് ആ ഘട്ടത്തിൽ ആലോചിക്കേണ്ടി വരും. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ അവതരിപ്പിച്ച വമ്പൻ പ്രഖ്യാപനങ്ങളില്ലാത്ത ബജറ്റ്. മന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിനെ പൊതുവെ ഇങ്ങനെ വിശേഷിപ്പിക്കാം. അധിക വിഭവ സമാഹരണത്തിന് ഊന്നൽ നൽകുമ്പോഴും ജനങ്ങളുടെ മേൽ അധിക ബാധ്യത അടിച്ചേൽപ്പിച്ചിട്ടില്ല എന്നാണ് ധനമന്ത്രിയുടെ നിലപാട്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട സർക്കാർ ജീവനക്കാരെ കൂടെ നിർത്താനും ബജറ്റിൽ നീക്കമുണ്ട്. എന്നാൽ പതിവ് നയത്തിൽ നിന്നും വ്യത്യസ്തമായി എല്ലാ മേഖലകളിലും സ്വകാര്യ നിക്ഷേപത്തെ 2 കൈ നീട്ടി സ്വീകരിക്കുന്നുമുണ്ട് ബജറ്റ്. VA ഗിരീഷ്, 24 തിരുവനന്തപുരം. കേന്ദ്രം അവഗണന തുടർന്നാൽ സംസ്ഥാനത്തിന് പ്ലാൻ B വേണ്ടിവരുമെന്നാണ് ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞത്. എന്നാൽ ഈ പ്ലാൻ B എന്താണെന്ന കാര്യത്തിൽ മന്ത്രിക്കും വ്യക്തതയില്ല. സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നത് ഗത്യന്തരമില്ലാത്തതുകൊണ്ടല്ലെന്ന് മന്ത്രി വിശദീകരിച്ചു. ബജറ്റ് അവതരണം രാഷ്ട്രീയ പ്രസംഗമായെന്ന വിമർശനത്തെ തള്ളി 24-ന് അനുബന്ധിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് മന്ത്രി വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞത്. സംസ്ഥാനം തിരിച്ചുവരാനാകാത്ത വിധം സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന വാദം തെറ്റെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. അർഹമായ വിഹിതം കേന്ദ്രം അനുവദിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നിലവിലുള്ളൂ. ഖജനാവ് പൂട്ടി താക്കോലുമായി നടക്കുകയാണെന്ന വിമർശനം ശരിയല്ല. താൻ മന്ത്രിയായ ശേഷം ബജറ്റ് തുക 30,000 കോടി രൂപയോളം വർദ്ധിച്ചെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ വർഷം 1,58,000 കോടി രൂപ ചെലവാക്കി. എന്ന് പറഞ്ഞാൽ 1,38,000 നിന്ന് 1,58,000. ഈ വർഷം അത് 1,68,000 ആവും. അപ്പോൾ സാധാരണഗതിയിൽ ഇതെല്ലാം പൊളിഞ്ഞുപോയി, അടഞ്ഞുപോയി, പണം ചെലവാക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,38,000 കഴിഞ്ഞ് 3 വർഷം കഴിയുമ്പോൾ 1,68,000 ആവണ്ടല്ലോ. അതേ ഞാൻ പറഞ്ഞുള്ളൂ, അല്ലാതെ ബുദ്ധിമുട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ബുദ്ധിമുട്ടുണ്ട്. കേന്ദ്രം സമീപനം തിരുത്തുമെന്നാണ് പ്രതീക്ഷയെന്നും അവഗണന തുടർന്നാൽ പ്ലാൻ B വേണമെന്നുമാണ് മന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞത്. എന്താണ് ആ പ്ലാൻ B? പ്ലാൻ B
എന്ന് പറഞ്ഞത് നമുക്ക് ഇപ്പം നമ്മളുള്ള കൺവെൻഷനായിട്ടുള്ള കാര്യമല്ല, കൂടുതൽ ഇൻകം ഉണ്ടാക്കാൻ വേണ്ടി, കൂടുതൽ ആക്ടിവിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വേണം. അത് ഡിസ്കസ് ചെയ്ത് രൂപപ്പെടുത്തേണ്ടതാണ്. എല്ലാം രൂപപ്പെടുത്തി വെച്ചേക്കുന്നു നല്ല അർത്ഥം. സംസ്ഥാനത്ത് അധിക വിഭവ സമാഹരണത്തിന് പരിമിതിയുണ്ടെന്നും KN ബാലഗോപാൽ പറഞ്ഞു. മദ്യത്തിനോ ഇന്ധനത്തിനോ ഇനി നികുതി ഏർപ്പെടുത്താനാകില്ല. അടിസ്ഥാന മേഖലയിൽ നിക്ഷേപം ആകർഷിച്ച് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും വിപണിയെ സജീവമാക്കുകയുമാണ് മുന്നിലുള്ള വഴി. സ്വകാര്യ നിക്ഷേപത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ ഒരു കാലത്തും എതിർത്തിട്ടില്ലെന്നും മന്ത്രി. ഏത് കാലത്തും സ്വകാര്യ മൂലധനം വരുന്നതിന് ഇടതുപക്ഷം എതിരല്ല. പക്ഷേ സ്വകാര്യ മൂലധനം വരുന്നെങ്കിലും ജനങ്ങളെ വല്ലാതെ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയോ ഏറ്റവും മിനിമം ആയിട്ടുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കാതിരിക്കുമെന്നും അത് പറ്റില്ല. ഇതല്ലേ പറയുന്നുള്ളൂ. ബാക്കി എന്നാ ഇവിടെ സ്വകാര്യ മൂലധനം ഇല്ലാത്തത്? ബജറ്റ് രാഷ്ട്രീയ പ്രസംഗമായെന്ന വിമർശനം മന്ത്രി തള്ളി. വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര അവഗണന വ്യക്തമാക്കുകയാണ് ചെയ്തത്. കർണാടക, തമിഴ്നാട്, പശ്ചിമബംഗാൾ, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളും കേന്ദ്രത്തിനെതിരെ സമരപാതയിലാണെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക് 24. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര പരിഷ്കരണവുമായി സംസ്ഥാന സർക്കാർ. സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിൽ കൊണ്ടുവരുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. സ്കൂളുകളുടെ പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിൽ ഗ്രേഡിംഗ് ഏർപ്പെടുത്തും. പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് 1736 കോടിയും ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് 456 കോടിയും ബജറ്റിൽ അനുവദിച്ചു. ഉന്നത പൊതുവിദ്യാഭ്യാസ മേഖലകളിൽ കൂടുതൽ പരിഷ്കാരങ്ങൾക്ക് സർക്കാർ ഒരുങ്ങുന്നുവെന്ന സൂചനയാണ് ധനമന്ത്രി KN ബാലഗോപാലിന്റെ ബജറ്റ് അവതരണം നൽകുന്നത്. ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദ്യാർത്ഥികൾ രാജ്യം വിടുന്നുവെന്ന് സംബന്ധിച്ച ധനമന്ത്രി കേരളത്തിൽ സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കുമെന്നും പ്രഖ്യാപിച്ചു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നികുതി ഇളവുകൾ നൽകി കൂടുതൽ നിക്ഷേപം സ്വീകരിച്ചുകൊണ്ടുള്ള വികസനങ്ങളാണ് നടപ്പാക്കുക. സർ, ധാരാളം വിദേശ വിദ്യാർത്ഥികൾ ഇന്ന് ഉന്നത വിദ്യാഭ്യാസത്തിനായി കേരളത്തിലെ വിവിധ സർവകലാശാലകളിലേക്ക് എത്തുന്നുണ്ട്. മേൽ സൂചിപ്പിച്ച നടപടികളിലൂടെ കൂടുതൽ വിദേശ വിദ്യാർത്ഥികളെ സംസ്ഥാനത്തേക്ക് ആകർഷിക്കാൻ കഴിയും. സ്വകാര്യ സർവകലാശാല ആരംഭിക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കും. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലെയും ഒരു സ്കൂൾ മോഡൽ സ്കൂളായി ഉയർത്തും. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിക്ക് 382 കോടി രൂപ നീക്കിവെച്ചു. സ്കൂളുകൾ ഭിന്നശേഷി സൗഹൃദമാക്കാൻ 10 കോടിയും സാങ്കേതിക സൗഹൃദമാക്കാൻ 27 കോടിയും പ്രഖ്യാപിച്ചു. 24 തിരുവനന്തപുരം. കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് 2.5 മണിക്കൂർ നീണ്ട ബജറ്റ് പ്രസംഗം ധനമന്ത്രി KN ബാലഗോപാൽ ആരംഭിച്ചതും അവസാനിപ്പിച്ചതും. ഓരോ പദ്ധതിയും മേഖലകളും പ്രതിപാദിക്കുമ്പോൾ കേന്ദ്ര അവഗണന എണ്ണി പറഞ്ഞു. അവഗണന തുടർന്നാൽ കേരള സർക്കാർ പ്ലാൻ ബി സ്വീകരിക്കുമെന്നും പ്രഖ്യാപനം. ബജറ്റ് പ്രസംഗത്തിൽ പ്രതിപക്ഷത്തെയും രൂക്ഷമായി മന്ത്രി വിമർശിച്ചു. കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ബജറ്റിലാകെ ഉണ്ടായിരുന്നത്. സാമ്പത്തിക ഉപരോധത്തിലേക്ക് കേരളത്തെ കേന്ദ്ര സർക്കാർ തള്ളിവിടുകയാണ്. കേന്ദ്രത്തിന്റെ ശത്രുതാ മനോഭാവം കൊണ്ടെന്നും കേരളം തകരില്ല, തളരില്ല, തകർക്കാനാവില്ല എന്നതാണ് മുദ്രാവാക്യമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. കേന്ദ്രത്തിന്റെ സമീപനത്തിൽ പരിതപിച്ച് കയ്യും കെട്ടി നോക്കി നിൽക്കാനല്ല കേരളം തയ്യാറാവേണ്ടത്. പകരം തകരില്ല കേരളം, തളരില്ല കേരളം, തകർക്കാനാവില്ല കേരളത്തെ എന്ന ശക്തമായ വികാരത്തോടുകൂടി നമുക്ക് മുന്നേറാൻ കഴിയണം. സുപ്രീം കോടതിയിലെ നിയമപോരാട്ടവും കേന്ദ്ര സർക്കാരിനെതിരായ സമരവും ബജറ്റിൽ പ്രതിപാദിച്ചു. എല്ലാ മലയാളികളുടെയും സഹകരണവും അഭ്യർത്ഥിച്ചു. ഈ ആനുകൂല്യങ്ങൾ നിലനിർത്താനും വർദ്ധിപ്പിക്കാനും സംസ്ഥാന സർക്കാരിൻ്റെ ഭരണഘടനാപരമായ അധികാരങ്ങളെയും അവകാശങ്ങളെയും സംരക്ഷിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയിട്ടാണ് ഡൽഹിയിൽ സമരം സംഘടിപ്പിക്കുന്നതും സുപ്രീം കോടതിയിൽ നിയമപോരാട്ടം നടത്തുന്നതും. ഇവ രണ്ടിലും മുഴുവൻ കേരളീയരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുകയാണ്. സംസ്ഥാനത്തോടുള്ള അവഗണന തുടർന്നാൽ പ്ലാൻ ബി ആലോചിക്കുമെന്നും വെല്ലുവിളി. അതല്ല, ധനവ്യവസ്ഥയെ കൂടുതൽ കേന്ദ്രീകരിക്കുന്ന നടപടിയാണ് കേന്ദ്രം സ്വീകരിക്കുന്നതെങ്കിലോ കേരളത്തോടുള്ള അവഗണന തുടരുകയാണെങ്കിലോ തീർച്ചയായും നമുക്ക് ഒരു പ്ലാൻ ബിയെക്കുറിച്ച് ആ ഘട്ടത്തിൽ ആലോചിക്കേണ്ടി വരും. പ്രതിപക്ഷ വിമർശനവും ചേർത്തതായിരുന്നു ഇത്തവണത്തെ സംസ്ഥാന ബജറ്റ്. കേന്ദ്ര അവഗണന പ്രതിപക്ഷത്തിന് ബോധ്യപ്പെട്ടത് വൈകിയെന്നും പരിഹാസം. സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്ന സാമ്പത്തിക വിദഗ്ധർ പോലും കേന്ദ്ര അവഗണനയുണ്ട് എന്ന് അംഗീകരിക്കുന്നു. കേന്ദ്രത്തിനെതിരായ സമരത്തിൽ ഞങ്ങളോടൊപ്പം ചേരാൻ തയ്യാറല്ലെങ്കിലും ഇപ്പോൾ പ്രതിപക്ഷവും അവഗണനയുണ്ട് എന്ന് സമ്മതിക്കുന്നുണ്ട്. ഇത് സ്വാഗതാർഹമാണ്. വൈകിയാണെങ്കിലും കേരളത്തോടുള്ള അവഗണന പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും പ്രതിപക്ഷം പറയുന്നുണ്ട്. പ്രതിപക്ഷത്തെ വിമർശിക്കാനുള്ള ഡോക്യുമെന്റാണോ ബജറ്റ് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുചോദ്യം. യാഥാർത്ഥ്യബോധമില്ലാത്ത പ്രഖ്യാപനങ്ങൾ നടത്തി ബജറ്റിന്റെ വിശ്വാസ്യതയാണ് ഇന്ന് ധനകാര്യമന്ത്രി തകർത്തത്. യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ നടത്തി പ്രതിപക്ഷത്തിനെ വിമർശിച്ച് ബജറ്റിന്റെ പവിത്രതയും ധനകാര്യ വകുപ്പ് മന്ത്രി നഷ്ടപ്പെടുത്തി. ബജറ്റ് പ്രസംഗത്തിലുടനീളം കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് ധനമന്ത്രി പ്രസംഗം അവസാനിപ്പിച്ചതും കേന്ദ്ര വിമർശനത്തോടെയാണ്. 24 തിരുവനന്തപുരം. സംസ്ഥാന ബജറ്റിൽ കടുത്ത അതിർത്തിയുമായി ഭക്ഷ്യമന്ത്രി GR അനിൽ. പ്രതിസന്ധി രൂക്ഷമായിട്ടും സപ്ലൈകോയ്ക്ക് പണം അനുവദിക്കാത്തതിലാണ് മന്ത്രിയുടെ നീരസം. ബജറ്റ് അവതരണത്തിന് ശേഷം ധനമന്ത്രി KN ബാലഗോപാലിന് കൈകൊടുക്കാൻ GR അനിൽ വിസമ്മതിച്ചു. കുടിശ്ശിക തീർക്കാൻ പോലും സഹായം ലഭിച്ചില്ലെന്നാണ് ആക്ഷേപം. അതൃപ്തി മുഖ്യമന്ത്രിയെയും ധനമന്ത്രിയെയും അറിയിക്കും. വകുപ്പുകൾക്ക് അനുവദിച്ച വിഹിതം കുറഞ്ഞുപോയെന്ന് മറ്റു CPI മന്ത്രിമാർക്കും പരാതിയുള്ളതായാണ് സൂചന.
സംസ്ഥാന ബജറ്റിന്റെ പേരിൽ പരസ്പരം കൊമ്പുകോർത്ത് ഭരണപക്ഷവും പ്രതിപക്ഷവും. സംസ്ഥാനത്തിന്റെ പ്രതിസന്ധികൾക്ക് കാരണം മുൻ UDF സർക്കാരാണെന്ന ധനമന്ത്രിയുടെ പ്രസ്താവന നിയമസഭയിൽ ബഹളത്തിനിടയാക്കി. ധനമന്ത്രി ബജറ്റിന്റെ വിശ്വാസ്യത തകർത്തുവെന്ന് കുറ്റപ്പെടുത്തിയ പ്രതിപക്ഷം മന്ത്രി KN ബാലഗോപാലിനെ പരസ്യ സംവാദത്തിനും വെല്ലുവിളിച്ചിട്ടുണ്ട്. കുടുംബശ്രീ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതാണ് KN ബാലഗോപാലിന്റെ ബജറ്റ്. ക്ഷേമ പെൻഷൻ ഉയർത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഉണ്ടായില്ല. ഇന്ധന സെസ്സിൽ മാറ്റം പ്രതീക്ഷിച്ചെങ്കിലും അതിനെക്കുറിച്ച് ബജറ്റിൽ പരാമർശിച്ചു പോലുമില്ല. പങ്കാളിത്ത പെൻഷൻ സംവിധാനം മാറ്റുന്നതും ആരോഗ്യ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സഹായങ്ങളുമാണ് സർക്കാർ ബജറ്റിൽ ഉയർത്തുന്ന നേട്ടങ്ങൾ. കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തിയതിനു പുറമെ പ്രതിപക്ഷം സഹകരിക്കാത്തതും ക്ഷേമ പെൻഷനിലും KSRTCയിലുമടക്കം പ്രതിസന്ധിക്ക് കാരണം UDF സർക്കാരാണെന്ന വിമർശനവും സഭയിൽ ബഹളത്തിന് വഴിവെച്ചിരുന്നു. വിഭവ സമാഹരണം സംബന്ധിച്ചാണ് സാർ. വിഭവ സമാഹരണം അല്പം ഉണ്ട്, മൊത്തം വായിക്കേണ്ടതാണ്. ടാക്സ് ആയതുകൊണ്ട് കുറച്ച് അധികം ടാക്സ് വരുന്നതിൽ നിർദ്ദേശങ്ങൾ കൂടുതലുണ്ട് സാർ. അപായകരമായ സൂചന നൽകുന്ന ബജറ്റെന്നായിരുന്നു പ്രതിപക്ഷ വിമർശനം. കേരളം കൂടുതൽ ധനപ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. യാഥാർത്ഥ്യബോധമില്ലാത്ത പ്രഖ്യാപനങ്ങൾ നടത്തി ബജറ്റിന്റെ വിശ്വാസ്യതയാണ് ഇന്ന് ധനകാര്യമന്ത്രി തകർത്തത്. യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ നടത്തി പ്രതിപക്ഷത്തിനെ വിമർശിച്ച് ബജറ്റിന്റെ പവിത്രതയും ധനകാര്യ വകുപ്പ് മന്ത്രി നഷ്ടപ്പെടുത്തി. അടിസ്ഥാന സൗകര്യ വികസനത്തിന് പ്രത്യേക ഊന്നൽ നൽകുന്നുവെന്നും വലിയ രീതിയിൽ കേരളത്തിന് കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ കഴിയുന്ന ബജറ്റാണെന്നും ധനമന്ത്രി. മലയാളികളുടെ ജീവിതത്തെയും സൗകര്യങ്ങളെയും കൂടുതൽ മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഒരുമിച്ച് സാധിക്കും. അതിനുള്ള ദിശാസൂചകങ്ങളായ പദ്ധതികളും പ്രഖ്യാപനങ്ങളുമാണ് ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. വരുന്ന തലമുറകൾക്ക് കൂടി വേണ്ടി ഈ നാടിനെ കൂടുതൽ മികവുറ്റതാക്കാൻ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. കേന്ദ്ര സർക്കാരിനെ പ്രത്യക്ഷമായി പ്രതിരോധത്തിലാക്കി റബ്ബർ താങ്ങുവിലയടക്കം വർദ്ധിപ്പിക്കുന്നതിലൂടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ബജറ്റ് നീക്കമെന്ന് ഉറപ്പായി. 24 തിരുവനന്തപുരം. പ്രതിസന്ധികളെ മറികടന്ന് നവകേരളം സൃഷ്ടിക്കാനുള്ള ഉറച്ച കാൽവെപ്പാണ് സംസ്ഥാന ബജറ്റെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നാടിന് അർഹമായത് നേടിയെടുക്കാനുള്ള യോജിച്ച മുന്നേറ്റത്തിന്റെ പ്രാധാന്യം ബജറ്റ് അടിവരയിടുന്നുവെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. ക്ഷേമ പെൻഷൻ വിതരണത്തിലെ വിമർശനം മുഖവിലേക്കെടുക്കുന്നില്ലെന്നും പെൻഷൻ വർദ്ധിപ്പിക്കാനാണ് ആലോചനയെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ 24നോട് പറഞ്ഞു. റബ്ബറിന്റെ താങ്ങുവില വർദ്ധിപ്പിച്ചത് കർഷകർക്ക് ആശ്വാസകരമായ നടപടിയെന്ന് LDF കൺവീനർ EP ജയരാജനും പ്രതികരിച്ചു. കേന്ദ്രത്തിനെതിരെ രാഷ്ട്രീയ പ്രസംഗം നടത്താൻ ബജറ്റ് അവതരണം ദുരുപയോഗം ചെയ്തെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. പെൻഷൻ ഇപ്പോൾ 1600 1600 വർദ്ധിപ്പിക്കണം തന്നെയാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. പക്ഷേ ഈ ഒരു സാമ്പത്തിക പരിതസ്ഥിതിയിൽ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കാനാവാത്തത്. ആ കാര്യം പ്രതിപക്ഷം പറയുന്നില്ലല്ലോ. സംസ്ഥാന ഗവൺമെന്റ് അത് 180 രൂപയായി താങ്ങുവില വർദ്ധിപ്പിച്ചു. ഇത് റബ്ബർ കൃഷിക്കാർക്ക് തികച്ചും ആശ്വാസകരമായൊരു നടപടിയാണ്. ഈ ബജറ്റ് വെറും വാചക കസർത്തുകൾ മാത്രമാണ്. കേരളത്തിൻ്റെ തകർച്ചയ്ക്ക് കേന്ദ്രമാണ് ഉത്തരവാദി എന്നുള്ള രാഷ്ട്രീയ വിമർശനം നടത്താനാണ് അദ്ദേഹം ഈ ബജറ്റ് പ്രസംഗത്തിൽ മഹാഭൂരിപക്ഷം സമയവും ഉപയോഗിച്ചത്. കേരളത്തിൻ്റെ തനത് പ്രതിസന്ധി പരിഹരിക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റിന് ഒരു തരത്തിലും താല്പര്യമില്ല, അല്ലെങ്കിൽ ഒരു പ്രായോഗിക നടപടിയും മുന്നോട്ട് വയ്ക്കുന്ന ബജറ്റ് അല്ല ഇത്. സംസ്ഥാന ബജറ്റ് കേരളത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് ഗുണം ചെയ്യുമെന്ന് ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലൻ. ടൂറിസം വികസനത്തിലൂടെ കൂടുതൽ തൊഴിലവസരമൊരുക്കാൻ കഴിയും. അടിസ്ഥാന സൗകര്യ വികസനത്തിനും സ്വകാര്യ നിക്ഷേപത്തിലൂടെ മികച്ച തൊഴിലവസരമുണ്ടാക്കി യുവജനങ്ങളെ കേരളത്തിലേക്ക് ആകർഷിക്കാനും നടപടിയുണ്ടാകണമെന്ന് ഗോകുലം ഗോപാലൻ അഭിപ്രായപ്പെട്ടു. ലോക്സഭയിൽ നന്ദിപ്രമേയ ചർച്ചയ്ക്കുള്ള മറുപടിയിൽ പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സഭ ബഹിഷ്കരിക്കാനുള്ള പ്രതിപക്ഷ ആഗ്രഹം ജനങ്ങൾ സാക്ഷാത്കരിക്കുമെന്ന് പരിഹാസം. അടുത്ത തെരഞ്ഞെടുപ്പിൽ 400 സീറ്റ് നേടി NDA അധികാരത്തിൽ വരുമെന്ന് പ്രധാനമന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയത്തിന്റെ മറുപടി പ്രസംഗത്തിൽ ഭൂരിഭാഗം സമയവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെലവഴിച്ചത് പ്രതിപക്ഷത്തെ വിമർശിക്കാൻ. പ്രതിപക്ഷം കുറെ കാലത്തേക്ക് കൂടി പ്രതിപക്ഷത്ത് തുടരും. ക്രിയാത്മക പ്രതിപക്ഷമാകാനുള്ള അവസരം കോൺഗ്രസ് നഷ്ടപ്പെടുത്തിയെന്നും വിമർശനം. एक ही प्रोडक्ट बार बार लॉन्च करने के चक्कर में कांग्रेस की दुकान ताला लगने की नौबत आ गई है. और ये दुकान हम नहीं कह रहे, आप लोग कह रहे, आप लोग कहते दुकान खोलिए. ഒരു കുടുംബത്തോട് മാത്രമാണ് കോൺഗ്രസിന് പ്രതിബദ്ധത. ഒരു വ്യക്തിയെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച് കോൺഗ്രസിന്റെ കട പൂട്ടാറായെന്ന് രാഹുൽ ഗാന്ധിയെ ഉന്നമിട്ട പരിഹാസം. പ്രതിപക്ഷ ബഹളത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗം അല്പസമയം തടസ്സപ്പെട്ടു. दंड प्रधान कानूनों से हम
प्लीज 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 माननीय सदस्यगण, सदन के नेता बोल रहे हैं, आपको प्लीज आप समझाइए, सदन के नेता बोल रहे हैं, आपको मैंने सबको पर्याप्त समय पर्याप्त अवसर दिया था, ये तरीका गलत है. ഇന്ത്യ മുന്നണിയിലെ ഭിന്നതകളെയും നരേന്ദ്രമോദി പരിഹസിച്ചു. അടുത്ത തെരഞ്ഞെടുപ്പിൽ BJP 370 സീറ്റും NDA 400-ലേറെ സീറ്റും നേടുമെന്ന ആത്മവിശ്വാസം. വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രചരണായുധങ്ങളായി BJP കാണുന്ന സ്ത്രീ ശാക്തീകരണം മുതൽ അയോധ്യ രാമക്ഷേത്രം വരെ പരാമർശിച്ചായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം. OBC ക്ഷേമം ആവശ്യപ്പെടുന്ന പ്രതിപക്ഷത്തിന് താൻ OBC വിഭാഗക്കാരനാണെന്ന പ്രധാനമന്ത്രിയുടെ മറുപടി. മൂന്നാം ഊഴത്തിൽ ഇന്ത്യയെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാക്കുമെന്ന മോദിയുടെ ഗ്യാരണ്ടി. കേന്ദ്ര ഏജൻസികൾ അഴിമതിക്കാർക്കെതിരായ പോരാട്ടത്തിലാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 24 ഡൽഹി. എഴുത്തുകാരി ലളിതാംബിക അന്തർജനത്തിന്റെ സഹോദരൻ D. സുകുമാരൻ പോറ്റി അന്തരിച്ചു. 95 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. സംസ്കാരം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. ലീല അന്തർജനമാണ് ഭാര്യ. SBI റിട്ടയർഡ് മാനേജർ ചീഫ് S. അനിൽ, SBI ലൈഫ് റിട്ടയർഡ് ബ്രാഞ്ച് മാനേജർ S. മനോജ്, S. പ്രദീപ്, S. ചിത്ര എന്നിവരാണ് മക്കൾ. ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.